ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻപ് പറഞ്ഞതിന്റെ തുടർച്ചയാണ് സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാത പ്രയോഗവും. MP ആയ കാലം മുതൽ മോദിയോട് ട്രൈബൽ വകുപ്പ് ആവശ്യപ്പെടുന്നത് ട്രൈബൽ വകുപ്പ് ആ വിഭാഗത്തിൽ നിന്നുള്ളവർ കൈകാര്യം ചെയ്യുമ്പോൾ നന്നാവാതിരുന്നിട്ടാണ്. ബ്രാഹ്മണനോ നായിഡുവോ വന്നാൽ വ്യത്യാസമുണ്ടാകുമത്രേ. കേരളം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലവും ഭരിച്ചിരുന്നത് ഉന്നത കുലജാതർ തന്നെയാണ്. ആ കാലത്ത് ഗോത്രവർഗവും ദളിത് വിഭാഗവും സ്വർഗരാജ്യത്തിലായിരുന്നു. ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതർ ഭരിക്കുമ്പോൾ പകരം ട്രൈബൽ മന്ത്രി മുന്നാക്കക്കാരുടെ മന്ത്രിയാകണമത്രേ. അതേത് വകുപ്പാണെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ബജറ്റ് വിഹിതം കിട്ടാൻ കേരളം പിന്നാക്കം പോകണമെന്ന ജോർജ് കുര്യന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ മുന്നാക്ക ചിന്തകൾ. മന്ത്രിയുടെ മാടമ്പെത്തുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധിയായ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, സാമൂഹ്യ നിരീക്ഷകരായ സണ്ണി M കബിക്കാട്, ദിനു വെയിൽ, രാഹുൽ ഈശ്വർ, ഒപ്പം മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകനും ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ബജറ്റിൽ കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് ജോർജ് കുര്യന്റെ പ്രതികരണം വരുന്നത്. ഇവിടെ വിദ്യാഭ്യാസപരമായും അല്ലാതെയും പിന്നാക്കമാണെന്ന് കേരളം പറയട്ടെ, അപ്പോൾ ഒരു കമ്മീഷനെ വെച്ച് ആലോചിക്കാം എത്ര തുക നൽകണമെന്ന്. അല്ലാതെ കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇപ്പോൾ വിഹിതമില്ല എന്നതാണ് ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞത്. അതിനുശേഷം സുരേഷ് ഗോപിയും അതുമായി ബന്ധപ്പെട്ട് കേരളം ഇങ്ങനെ കരഞ്ഞു നടന്നിട്ട് കാര്യമില്ല, പുലമ്പിയിട്ട് കാര്യമില്ല എന്നാണ് ഇന്ന് ഈ വിവാദ പ്രസംഗത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. പിന്നീട് നടത്തിയ പ്രസംഗവും ഇപ്പോൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. ഇത് യഥാർത്ഥത്തിൽ എന്താണ് സുരേഷ് ഗോപി ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ബജറ്റിൽ കേന്ദ്രത്തോട് കേരളം നടത്തിയ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒരു തരത്തിലുള്ള ആവശ്യവും പരിഗണിക്കാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഹിതത്തിൽ ഒരു ആനുപാതികമായിട്ടുള്ള വർധനവുമില്ല. രാജ്യത്തെ ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 1.86% കേരളത്തിന്റെ ജനസംഖ്യ. പക്ഷെ നമുക്ക് ഈ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ആ വിഹിതം അതിന്റെയൊക്കെ പകുതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടുന്ന്. ഈ കേന്ദ്രമന്ത്രിമാർ ബജറ്റിന് മുമ്പ് ഏറ്റവും ശക്തമായി കേരളത്തിന്റെ ആവശ്യത്തോട് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. MP-മാരുടെ യോഗമെല്ലാം നമ്മൾ വിളിച്ച് കേരളത്തിന്റെ ഓരോ ആവശ്യവും പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയത്. പക്ഷേ ഒരു തരത്തിലും കേരളത്തിന് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ ബജറ്റ് വന്നതിന് ശേഷം ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റിന്റെ തലേദിവസമാണ് സാമ്പത്തിക സർവേ ലോകസഭയുടെ മുന്നിൽ വച്ചത്, ലോകസഭയിലും രാജ്യസഭയിലും വച്ചത്. ആ സാമ്പത്തിക സർവേയിൽ എല്ലാ രംഗത്തും ഒന്നാമതെത്തിയിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും കേരളം തന്നെയാണ്. കേരളത്തിന്റെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുമെല്ലാം ഒരു പ്രാദേശിക ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റിൽ നമുക്ക് അർഹതപ്പെട്ട ആവശ്യങ്ങൾ അനുവദിച്ചില്ല. നമ്മുടെ സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ 3ാമത്തെ പ്രകൃതി ദുരന്തമാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഈ സംസ്ഥാനത്ത് വന്ന് ചൂരൽമല സന്ദർശിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒപ്പമുണ്ട്, എല്ലാ തരത്തിലും നിങ്ങളുടെ ആവശ്യം പരിഗണിക്കും, സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കും എന്ന് പറഞ്ഞ് തിരിച്ചു പോയതാണ്. ഓഗസ്റ്റ് മാസം 17-ന് ഡീറ്റെയിൽ റെപ്രസെന്റേഷൻ കൊടുത്തു. അതിനുശേഷം നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അത്തരത്തിലൊരു സ്പെഷ്യൽ പാക്കേജ് പോയിട്ട് വയനാട് എന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ കേരളം എന്ന ഒരു വാക്കോ പോലും ഈ 2 മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്നിട്ട് ആ വിഹിത നിഷേധത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെ പലതരത്തിൽ എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് പ്രതിഷേധമുണ്ടായപ്പോഴാണ് ആദ്യ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ പരിഗണിക്കാമെന്ന്. അതായത് കേന്ദ്രം നടത്തിയ സാമ്പത്തിക സർവേയിൽ കണ്ടെത്തിയ വിവരങ്ങൾ, വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ തെറ്റാണെന്നും ഞങ്ങൾക്ക് അതൊന്നും അത്തരം നേട്ടങ്ങളൊന്നുമില്ല, ഞങ്ങൾ എല്ലാ മേഖലയിലും റോഡായാലും സാമൂഹ്യ വികസനത്തിലായാലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ ഞങ്ങൾ പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാം എന്ന രൂപത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് ഒരു മന്ത്രി സ്വീകരിച്ചത്. അടുത്ത മന്ത്രി നമുക്കറിയാം, കേരളം ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ പറഞ്ഞത്? എയിംസ് കൊണ്ടുവരും, അതുപോലെ തന്നെ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും, കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്താനുള്ള ഇടപെടൽ നടത്തും, എല്ലാ രംഗത്തും വികസനം കേരളത്തിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എല്ലാം ധാരണയാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ജയിച്ച മന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാം കേരളത്തിൽ ഓക്കെയാണെന്ന് പറഞ്ഞ മന്ത്രിയാണ്. തൃശൂരിന്റെ ആവശ്യത്തിന് മാത്രമായി 4 ക്യാബിനറ്റ് മന്ത്രിമാരെ ആജ്ഞാനുവർത്തിയായി നിയമിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രചാരണ സമയത്ത്.
അതെ 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 ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരാൾ പോലും പറയാത്ത തരത്തിലുള്ള ഏറ്റവും വികൃതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പറഞ്ഞത്. ഒരു മന്ത്രിയെ സഹായിക്കാൻ വേറെ 4 മന്ത്രിമാർ MP-മാർ എന്ന രൂപത്തിലൊക്കെ. ഇതൊക്കെ നമ്മൾ അന്ന് വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് ഗോത്ര വകുപ്പ് അടക്കം കൈകാര്യം ചെയ്യുന്നതിന് ഉന്നത കുലജാതർ വേണം എന്ന് പറയുന്നത് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാണ് പറയുന്നത്. നമുക്കറിയാം, ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ ജനിച്ച സ്ഥലത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ മൗലിക അവകാശത്തിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആരായി ഉന്നത കുലജാതർ? എല്ലാവരെയും സമത്വത്തോടെ കാണുവാനും സാഹോദര്യത്തോടെ കാണുവാനും വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം പഠിക്കുന്നതും ശ്രമിക്കുന്നതും എല്ലാം. ഏതെങ്കിലും തരത്തിൽ വിവേചനമുണ്ടെങ്കിൽ ആ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ നമുക്കറിയാം ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ്. ആ മഹത് വ്യക്തിത്വത്തിന് തന്നെ പേരുദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ലേ അദ്ദേഹം നടത്തിയത്? ഏറ്റവും ഒന്നാമത്തെ പദവി, ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പദവി, അതും ഉന്നത കുലജാതർ തന്നെ വേണമെന്ന് അദ്ദേഹം പറയുമല്ലോ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം. ഗോത്രവകുപ്പ് ഭരിക്കുന്നയാൾ ഉന്നത കുലജാതർ വരുമ്പോൾ വേണമെന്ന് പറയുമ്പോൾ തികച്ച ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും അദ്ദേഹം യോഗ്യനല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ചർച്ച തുടങ്ങിയ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെ തുടർച്ചയായിട്ട് വേണം തന്നെ കാണാൻ. അടുത്ത ജന്മത്തിൽ എനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെ എന്ത് കാഴ്ചപ്പാടാണ് അദ്ദേഹം വച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വിഭാഗം ആളുകൾ അടിമകളായി തുടരണം, ഭൂരിഭാഗം ജനങ്ങളും അടിമകളാണ്, ഞങ്ങൾ ഭരിക്കാനുള്ളവർ വലിയ ഉന്നത കുലജാതരാണ്, ആ ഉന്നത കുലജാതർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും വേണം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ നടത്തിയ പോരാട്ടത്തിലൂടെ നാം ഇല്ലായ്മ ചെയ്ത അന്ധവിശ്വാസവും അനാചാരങ്ങളും സാമൂഹ്യ ജീർണതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് BJPയുടെ നേതാക്കന്മാർ എന്ന് തെളിയിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അവസാനം അദ്ദേഹം എന്താ പറഞ്ഞേ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമമുണ്ടായാൽ ഞാൻ പിൻവലിക്കുന്നു. ആ പിൻവലിക്കുന്ന പ്രസ്താവന പോലും ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. അത് വളച്ചൊടിച്ചത് കൊണ്ട് അതിന്മേൽ ആവശ്യമില്ലാത്ത ചർച്ച നടന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ തോന്നൽ. അതുകൊണ്ട് അത് ഞാൻ പിൻവലിക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അതിലൊരു ഖേദവുമില്ല, പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഒരിക്കലും മന്ത്രിസ്ഥാനത്ത് ഖേദവുമില്ല. അതെ, ശ്രീ സണ്ണിയം സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ശരി, ശ്രീ സണ്ണിയം കപികാട്, 38,000 കോടിയോളം ഇപ്പോൾ ട്രൈബൽ വകുപ്പിനായി വിഭാഗത്തിനായി നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷെ ആ കോടികൾ അവരിലേക്ക് എത്തിച്ചേരുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാർ കട്ടുമുടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റണമെങ്കിൽ അവിടെ ഒരു ട്രൈബൽ മന്ത്രി ഇരുന്നാൽ ശരിയാവില്ല. അത് നന്നാക്കണമെങ്കിൽ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരു ഉന്നത കുലജാതൻ, അതൊരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ നായിഡുവോ എത്തിയാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. തിരിച്ച് എന്ത് വേണം? തിരിച്ച് ഉന്നത കുലജാതരുടെ വകുപ്പ്, അതായത് വകുപ്പാണെന്ന് അറിയില്ല, ആ വകുപ്പുകളിൽ ട്രൈബൽ ആയ ആളുകൾ മന്ത്രിയായി വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാലത്ത് ഒരു മന്ത്രിയിൽ നിന്നും, അതും കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഒരു മന്ത്രിയിൽ നിന്ന് വരുന്ന പ്രതികരണത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിനകത്ത് വളരെ പ്രധാനമായും നമ്മൾ കാണേണ്ടത്, ഇത് സുരേഷ് ഗോപിയുടെ കേവലമായ വിവരക്കേട് കൊണ്ട് മാത്രം പറയുന്നതല്ല. അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ്. അതായത് ഉന്നത കുലജാതർ ചെയ്താൽ ഈ കാര്യങ്ങൾ ശരിയാകൂ എന്ന് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശൂദ്രനായ സുരേഷ് ഗോപി പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ നമ്മൾ ആ നിലയ്ക്ക് മാത്രമല്ല കാണേണ്ടത്. അദ്ദേഹം നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന, കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MP-യാണ്. അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കകത്ത് ഒരു മനുഷ്യനെയും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിവേചനം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ആദിവാസികളുടെ ക്ഷേമം എങ്ങനെ ഉറപ്പാക്കണമെന്ന് വ്യത്യസ്തമായ നിയമങ്ങൾ വളരെ കൃത്യമായും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയിലെ ആദിവാസികൾക്ക് സ്വയംഭരണമടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന നിലയിൽ, മെമ്പർ ഓഫ് പാർലമെൻ്റ് എന്ന നിലക്ക് അദ്ദേഹം ഭരണഘടന ഒന്ന് വായിച്ചു നോക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതൊരു ഔദാര്യമല്ല, ഉത്തരവാദിത്വമാണ്. അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനേ അദ്ദേഹത്തിന് അവകാശമുള്ളൂ.
ഇപ്പോൾ ട്രൈബൽ വിഭാഗത്തിന് വേണ്ടി നീക്കിവെച്ച ഫണ്ടുകൾ ഇപ്പോൾ ശരിയായി വിനിയോഗിക്കുന്നില്ല എന്നത് സുരേഷ് ഗോപി വിചാരിക്കുന്നത് പോലെ പുതിയ കാര്യമൊന്നുമല്ല. വർഷങ്ങളായി ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ പ്രഖ്യാപിച്ച ഉന്നത കുലജാതരെന്ന് സുരേഷ് ഗോപി വിളിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ്. അവരിവിടെ 75 കൊല്ലം ഭരിച്ചപ്പോഴും ആദിവാസിയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്തോ പുതിയ കാര്യം കണ്ടുപിടിച്ചു എന്ന നിലക്ക് ശുദ്ധ വിവരക്കേട് എഴുന്നള്ളിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിക്ക് പറ്റിയ പണിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇന്ത്യയിലെ പൗരന്മാരോട്, ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയെ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ പൗരസമൂഹത്തോടും രാഷ്ട്രീയ സമൂഹത്തോടും എനിക്ക് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട്. രാജാവ്, രാജ്ഞി, രാജകുമാരി, രാജകുമാരൻ, ഉന്നത കുലജാതൻ, നീച കുലജാതൻ, ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇന്ത്യക്കകത്ത്. കാരണം ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും തുല്യരാണ്. ഈ സുരേഷ് ഗോപി പിൻപറ്റുന്ന സാമൂഹിക രാഷ്ട്രീയ നിലപാടുകൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് തുല്യാവകാശമാണ് നൽകുക. അതുകൊണ്ട് അത് ലംഘിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്തൊരു കുറ്റകൃത്യം. ഇന്ത്യൻ ഭരണഘടനയെ സുരേഷ് ഗോപി വെല്ലുവിളിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം. അത് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് കേവലമായ പിന്നെ ഇദ്ദേഹത്തിന് എന്തോ മാടമ്പി, ഒരു കോമാളി വർത്തമാനം, ഒരു മാടമ്പിയുമല്ല, വെറും ശൂദ്രനായ ബ്രാഹ്മണന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന ശൂദ്ര പാരമ്പര്യം മാത്രമുള്ള ഒരാളാണ് അദ്ദേഹം. ഉന്നത കുലജാതനൊന്നും അല്ല. അദ്ദേഹം വെറുതെ വിചാരിക്കുന്നതാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത് ഇന്ത്യ ഭരിക്കാൻ അവകാശം ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ എന്ന മനുസ്മൃതിയുടെ സിദ്ധാന്തത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെന്ന് പതിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനെ റദ്ദ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടന ഒരു വെല്ലുവിളിയായി ഈ കേന്ദ്രമന്ത്രിയെ ചെയ്തിരിക്കുന്നു എന്നൊരു കുറ്റകൃത്യമായി, ഇറ്റ് ഈസ് എ ക്രൈം. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ്. ഏതായാലും അദ്ദേഹത്തിന് ആ വകുപ്പ് നൽകാൻ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, ആ പ്രസംഗം രാഹുൽ എന്തായാലും വ്യക്തമായി കേട്ടിരിക്കുമല്ലോ. നേരത്തെ യോഗക്ഷേമ സഭയുടെ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണനാകണം അടുത്ത ജന്മത്തിലെന്നും അദ്ദേഹം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്നും അങ്ങനെ തന്ത്രി കുടുംബത്തിൽ ജനിച്ച് ശബരിമല അയ്യപ്പനെ സേവിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നൊക്കെ നേരത്തെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഈ പ്രസംഗത്തെയും കാണുന്നത്. രാഹുലിൻ്റെ മനസ്സിലാക്കൽ എന്താണ്? കേൾക്കുന്നില്ലല്ലോ രാഹുൽ. മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായുള്ള ഈ ചില വകുപ്പുകളിൽ പിന്നോക്ക വിഭാഗത്തിലെ മന്ത്രി വരണമെന്നും നേതാവ് വരണമെന്നും അതേപോലെ പിന്നോക്ക വിഭാഗങ്ങൾ പെടുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ ആൾക്കാർ വരണമെന്നുമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, കേരളത്തിൽ കണ്ട നന്മയുള്ള ഉദാഹരണം, നമ്മുടെ രാധാകൃഷ്ണൻ സാറ് ദേവസ്വം വകുപ്പിൽ എത്ര മനോഹരമായി അദ്ദേഹം ഭരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് 1-2 ആക്ഷൻസിനോട് ഒരു പക്ഷേ വിയോജിപ്പുണ്ടാകാം. അദ്ദേഹം തൊഴാതെ ശബരിമലയിൽ നിന്നതിനോടൊക്കെ വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു ഭക്തൻ മുകളിലോട്ട് ശബരിമല കയറി വന്നപ്പോൾ ആ ഭക്തന് കാല് വയ്യാതായപ്പോൾ മന്ത്രി അദ്ദേഹം താഴെ ഇരുന്ന് ആ ഭക്തന്റെ കാലടക്കം പിടിച്ച് ശരിയാക്കി കൊടുത്തു. ഞങ്ങളെല്ലാം അദ്ദേഹത്തിനോടത് കാൽ തൊട്ട് നന്ദി പറയുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെ വകുപ്പല്ലാതെ മറ്റു വകുപ്പുകളിലേക്ക് കൂടി ആ വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടാകണം എന്നുള്ളത് നല്ല ചിന്തയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണല്ലോ പുറത്തേക്ക് വരുന്നത്. മുന്നാക്ക ജാതിക്കാരുടെ മന്ത്രിയാകണം. അതെന്ത് വിഭാഗമാണ്? അങ്ങനെ ഒരു വകുപ്പുണ്ടോ ഇവിടെ? രാജ്യത്ത് അങ്ങനെ ഒരു വകുപ്പുണ്ടോ? മുന്നാക്ക വകുപ്പുണ്ടോ? അതായത് ട്രൈബൽ വിഭാഗം എന്ന് പറഞ്ഞൊരു വകുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം മുന്നാക്കമാണ്, അതാണ് ധാരണ. അങ്ങനെയല്ല, മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായിട്ടുള്ളതല്ലേ നമ്മുടെ ദേവസ്വം വിഭാഗത്തിന് CPM അടക്കമുള്ളവർ തീർച്ചയായും രാധാകൃഷ്ണൻ സാറെ കൊണ്ടുവന്നത് വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പാണ്. ഞാൻ താങ്കൾ പറഞ്ഞതിനെയല്ല പറഞ്ഞത്, ഞാൻ സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കലിനെയാണ് പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കൽ എന്താണ്? അദ്ദേഹത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. മന്ത്രിയോ രാഷ്ട്രീയക്കാരനോ ആകുന്നതിന് മുമ്പും തിരുവനന്തപുരത്തെ ഊരുകളിൽ, ആദിവാസി ഊരുകളിലടക്കം അദ്ദേഹം എത്ര ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അദ്ദേഹത്തിന് ട്രൈബൽ മന്ത്രി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഹിന്ദു ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് ഓർക്കണം, BJP MPയും മന്ത്രിയും ആയിരുന്നിട്ട് ഞാൻ പരിശുദ്ധ ഖുറാൻ സൂക്തങ്ങൾ ചൊല്ലി ഖുറാന്റെ നോമ്പ് തുറക്കാൻ അറിയാവുന്ന 35 വർഷങ്ങളായി അങ്ങനെ റംസാൻ നോമ്പ് എടുക്കുന്ന വ്യക്തി
വ്യക്തിയുമാണെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപിയുടെ നന്മകളൊന്നും കാണാതെ അദ്ദേഹം പറഞ്ഞ വരിയുടെ പകുതി മാത്രം എടുത്ത് അദ്ദേഹത്തെ മോശം പറയുന്നത് ശരിയാണോ? അദ്ദേഹം പിൻവലിച്ചു, നന്നായി. ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് അവരിപ്പോൾ അനുഭവിക്കുന്നത് അവിടെ ഒരു ഗോത്രമന്ത്രി ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് നന്നായി അത് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് നന്നായി ഭരിക്കാൻ അവിടെ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കോടികൾ അവിടെ നിന്നും ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ കടത്തുന്നത്. അപ്പോൾ അത് നന്നാക്കണമെന്ന വാക്കുണ്ട്, അത് നന്നാക്കണമെങ്കിൽ അവിടേക്ക് ഒരു നായിഡുവോ ഒരു ബ്രാഹ്മണനോ വരണം. എന്താ അങ്ങനെ ജാതിക്ക് അടിസ്ഥിതമായ ഏതെങ്കിലും കഴിവിന്റെയോ മറ്റോ പ്രശ്നമുണ്ടെങ്കിൽ മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലുള്ള ഈ വിഭാഗത്തിൽ പിന്നോക്ക ഗോത്രവർഗ്ഗക്കാർ മന്ത്രിയും നേതൃത്വം കൊടുക്കണമെന്ന് അദ്ദേഹം പറയുമോ? നമ്മൾ ഈ പറയുന്നതിനൊരു രാജ്യത്ത് മുന്നാക്ക വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പുകളില്ല. ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, കേരളത്തിലാണെങ്കിൽ ദേവസ്വം, കേരളത്തിലാണെങ്കിൽ തന്നെ മുന്നോക്ക വിഭാഗം. താങ്കൾ കഷ്ടപ്പെട്ട് ഉദാഹരണം കണ്ടെത്തിയിട്ട് കാര്യമില്ല. സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കലാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗമായിട്ട് വന്നത്. ഞാൻ രാഹുൽ ഈശ്വരൻ അതിനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർ, താങ്കൾ ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ ബോധ്യപ്പെടുന്നില്ല, CK ജാനൂര് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കല്ലേ അത് ബോധ്യപ്പെടേണ്ടത്? അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞ രീതി കുറെ കൂടെ മെച്ചമാകാമായിരുന്നു എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പൊ അത് പിൻവലിച്ചത്. അതുകൊണ്ടല്ല പിൻവലിച്ചത്. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത് കൊടുത്തിട്ടുമില്ല, വളച്ചൊടിച്ചു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 38,500 കോടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നു. അതിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണം. ഞാൻ പെരുമ്പാവൂർ ആദിവാസി മേഖലയിൽ 2 മണിക്കൂർ നടന്ന് അവിടെ പോയി അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം അവിടെ ടോയ്ലറ്റുകൾ ആദ്യമായി നിർമ്മിച്ചത് ഞാനാണെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു അദ്ദേഹം അട്ടപ്പാടിയിൽ പോയ കാര്യം നല്ല കാര്യം, അത് ചെയ്തു എന്ന് വെച്ച് അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ? അങ്ങനെയല്ല ഞാൻ ഒരു മിനിറ്റ് എനിക്ക് തരണം. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലെ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നും കൂടി ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ കേരള SC/ST കമ്മീഷൻ ആദ്യമായിട്ട് ഒരു നോൺ ട്രൈബലിന്റെ പരാതി സ്വീകരിച്ചത്. ഒരു പക്ഷേ എന്റെ പരാതിയായിരിക്കും. നമ്മുടെ മരിച്ചുപോയ അട്ടപ്പാടിയിലെ മധുവിന് ആദ്യമായി സേവനം എത്തിക്കാൻ കഴിഞ്ഞ വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. ഞങ്ങളടക്കം നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളോട് ചരിത്രപരമായി ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അവരെ കൂടുതൽ സേവിക്കാനും അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ചരിത്രത്തിൽ ബാധ്യസ്ഥരാണ്. ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് എടുക്കാതെ മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്ക മന്ത്രി വരണമെന്ന പോസിറ്റീവ് സ്പിരിറ്റ് എടുക്കാതെ ഒരു വരി കൂടി സണ്ണി സാർ ഓർക്കണം, ഞങ്ങൾ ബ്രാഹ്മണർ ഏറ്റവും താഴ്മയോടെ തൊഴുകയും ഈശ്വര തുല്യമായി ആരാധിക്കുകയും ചെയ്യുന്ന ഗാന്ധിജി ബ്രാഹ്മണനല്ല, വിവേകാനന്ദൻ ബ്രാഹ്മണനല്ല, ശ്രീനാരായണ ഗുരുദേവൻ എന്ന യുഗപുരുഷൻ ബ്രാഹ്മണനല്ല, ചട്ടമ്പി സ്വാമി ബ്രാഹ്മണനല്ല, മഹാത്മാ അയ്യങ്കാളിയോ തൈക്കാട് അയ്യാഗുരുവോ ശുഭാനന്ദ ഗുരുദേവനോ പണ്ഡിറ്റ് കറുപ്പനോ ഒന്നും ബ്രാഹ്മണരല്ല. നമ്മുടെ നവോത്ഥാനത്തിന്റെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ, നമ്മുടെ ഋഷി പാരമ്പര്യത്തിന്റെ, ആത്മീയ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായ ഇവരാരും ബ്രാഹ്മണരല്ല. ഞങ്ങളെല്ലാം ദൈവതുല്യരായിട്ടും ആരാധ്യതുല്യരായും കാണുന്ന ഇവരെല്ലാം ശ്രീനാരായണ ഗുരുദേവനെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ബ്രാഹ്മണാത്മാവോ ദൈവാത്മാവോ ആയിട്ടാണ് കാണുന്നത്. ഗാന്ധിജിയെ ഈശ്വര തുല്യമാണ് കാണുന്നത്. അപ്പൊ ഇവരാരും ബ്രാഹ്മണ സമുദായത്തിൽ പറഞ്ഞവരല്ല. ഇന്ന് കാണുന്ന ഹിന്ദു മതത്തെ വീണ്ടും ക്രോഡീകരിച്ചത് വിവേകാനന്ദ സ്വാമിയാണ്. അദ്ദേഹം കായസ്ഥനാണ്, ബ്രാഹ്മണനല്ല. അപ്പം ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പറയുന്നത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള വലിയ ആത്മനിയന്ത്രണമാണെന്ന്. ചരിത്രത്തിൽ തെറ്റുകളുണ്ട്, എന്നാൽ ഇന്ന് ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതോടൊപ്പം മതസൗഹാർദ്ദവും. ആ ഹിന്ദു ഐക്യം ഉയർത്തിപ്പിടിച്ച് ഒരു കൈയിൽ ഹിന്ദു ഐക്യവും മറുകൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യവും എന്ന ഗാന്ധിയൻ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാൻ ആർക്കും അതറിയാം. അദ്ദേഹത്തിന് ഒരു മതവിദ്വേഷവും ഇല്ല. ഇല്ലെങ്കിൽ സ്മൃതി മാഡം ഓർത്താൽ മതി, ഇവിടെ പല ആൾക്കാരും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആ വൃത്തികെട്ട വാക്ക് ചോദിക്കരുതെന്ന് അരമനയുടെ മുമ്പിൽ നിന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സുരേഷ് ഗോപിയാണ്. ഒന്ന് ആലോചിക്കണം, ആ വിഷയം കത്തി നിൽക്കുമ്പോൾ എന്നോട് ആ വൃത്തികെട്ട വാക്ക് പോലും നിങ്ങൾ ചോദിക്കരുതെന്ന് പറയാൻ ആത്മധൈര്യം കാണിക്കുന്ന, റംസാൻ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യനെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന്റെ പേരിൽ വേട്ടയാടുന്നത് കഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഇന്റൻഷനെ കാണണം. അദ്ദേഹത്തെ അറിയുന്ന വ്യക്തി കൂടിയായി പറയുകയാണ്. ശരി, അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് കേരളം പ്രതികരിച്ചത്. കേരളം പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ പ്രതികരിക്കുന്നു. BJPയുടെ പ്രതികരണം അങ്ങനെ വന്നിട്ടുമില്ല. സുരേഷ് ഗോപിയെ പിന്തുണച്ച് എന്തുകൊണ്ടാണ് BJPയിൽ നിന്നൊരു പിന്തുണ വരാത്തത്?
എന്താ പറയുന്നത്, ഈ ജാതി പൊളിറ്റിക്സിന്റെ ഭാഗമായി എല്ലാവരും പിന്നോക്ക വോട്ടുകളിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാണ്. അമിത്ഷാ പറഞ്ഞപ്പം നമ്മുടെ അംബേദ്കറിനെ കുറിച്ച് ഒരു വരി തെറ്റി, അതിന്റെ മേളിൽ ചാടി വീണു. സോണിയാഗാന്ധി മാഡം പറഞ്ഞപ്പം പൂവർ തിങ് എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജി അതിലേക്ക് ചാടി വീണു. ഈ പിന്നോക്ക വോട്ടുകൾ, പിന്നോക്ക ദളിത്, ആദിവാസി, SC ST OBC വോട്ടുകൾ, അതാണല്ലോ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം. അവർക്ക് വേണ്ടി ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ കടിപിടി കൂട്ടിയിട്ട് കാര്യമില്ല. അവർണർക്ക് വേണ്ടി സവർണജാഥ നടത്തിയ ആള് നായരാണ്, മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ പറയുന്നത് നമ്മളെല്ലാം ഇന്ന് ശ്രീനാരായണീയരാണെന്നാണ്. ഇന്ന് നായരും ഈഴവനും നമ്പൂതിരിയും പുലയനും ആദിവാസിയും അമ്പലവാസിയും എല്ലാം ശ്രീനാരായണീയനാണെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ആവേശത്തോടെ, ഉത്തേജനത്തോടെ പിന്നോക്കക്കാർക്ക് ദിനുവിലേക്ക് പോകാം. ദിനു, ഇപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പിന്തുണയേകുന്ന പൂജാരി സമൂഹം കൺകണ്ട ദൈവമാണ്. മാംസവും ചോരയുമുള്ള ഈശ്വരന്മാരാണ് പൂണൂൽ സമൂഹം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നല്ലൊരു വ്യക്തിയെ പുകഴ്ത്തലല്ല, ഒരു സമൂഹം ഒന്നാകെ തെറ്റ് ചെയ്യാത്തവരാണ്. ആ ഒരു വിഭാഗത്തിന് തെറ്റുപറ്റുകയേയില്ല, അവർ ദൈവമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനല്ല പൂണൂൽ സമൂഹത്തിന് മുന്നിൽ. അപ്പോൾ അദ്ദേഹം നേരത്തെ ശ്രീ സണ്ണി എം കബിക്കാട് പറഞ്ഞതുപോലെ ശൂദ്രനായി നിന്ന് അദ്ദേഹം പൂണൂൽ സമൂഹത്തെ അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനായി നിന്ന് ഗോത്രവർഗത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ദിനു കാണുന്നത്? ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല എന്ന ചർച്ചകൾ നടക്കുമ്പോൾ കേരളം പുലമ്പിയിട്ട് കാര്യമില്ല, കിട്ടിയത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. എനിക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പരിചയമുള്ള കുല എന്ന് പറയുന്നത് പൂവൻകുല, ഞാലിപ്പൂവൻ കുല, റോബസ്റ്റ് കുല, ഇതൊക്കെയാണ്. അപ്പം ഉന്നത കുലം എന്ന് പറഞ്ഞിട്ട് ഒരു കുലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. അത് വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ അടിസ്ഥാനമാക്കുന്ന ഗ്രന്ഥം മനുസ്മൃതി അല്ലെന്നും വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയല്ലെന്നും, ഞാൻ അടിസ്ഥാനമാക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റും ഇന്ത്യൻ ഭരണഘടനയൊക്കെ ആണ് എന്നുള്ളതാണ്. നോക്കൂ, ഉന്നത കുലജാതർ എന്ന പ്രയോഗം അത്ര സ്വാഭാവികമായ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഒന്നുമല്ല. ഉന്നത കുലജാതർ എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചില മനുഷ്യർ ഉന്നത കുലമാണെന്നും ചില മനുഷ്യർ നികൃഷ്ട ജന്മമാണെന്നും നികൃഷ്ട കുലമാണ് എന്നുള്ളതാണ് ഉന്നത കുലജാതർ എന്ന് പറയുന്ന പ്രയോഗത്തിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നത് ഒരു ഉന്നത കുലവും ഇവിടെ ഇല്ലെന്നും കൃത്യമായി ഇവിടെ പൗരർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായി കൊണ്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റിയെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ മനസ്സിലെ ജാതീയതയെ തന്നെയാണ് തുറന്നു കാട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, ദളിതരെയും ആദിവാസികളോടും ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു ദളിതനോ ആദിവാസിയോ ആവാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ ദളിത് ആദിവാസി സേവനങ്ങൾ ചെയ്തതാണ് എടുത്തു പറയുന്നത്. അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ദളിതർക്കും ആദിവാസികൾക്കും ചെയ്തു എന്നല്ല, സവർണ സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടി, അവരിലെ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി, അവരുടെ ഒളിഗാർക്ക് ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പറയണം എന്നുള്ളതാണ് ഡോക്ടർ BR അംബേദ്കറും കൃത്യമായി പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദളിതരും ആദിവാസികളും അടക്കമുള്ള ആളുകൾ ഈ വകുപ്പ് ഭരിച്ചതിൽ എഫിഷ്യൻസി ഇല്ല എന്ന് പറയുന്ന തെറ്റായ വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. നോക്കൂ, തോമസ് വിസ്കോഫും അശ്വിനി ദേശ്പാണ്ഡെയും നടത്തിയുള്ള പഠനത്തിൽ പറയുന്നു, ഇന്ത്യൻ റെയിൽവേക്കകത്ത് ദളിതരും ആദിവാസികളും വന്നതിൽ പിന്നെയാണ് ആ മേഖല എഫിഷ്യൻസി ആയിട്ടുള്ളതെന്ന്. ലോകത്താകമാനം മെക്കിൻസി നടത്തിയുള്ള പഠനം എന്താണ് തെളിയിക്കുന്നത്? അതത് രാജ്യത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി എപ്പോഴൊക്കെയാണ് മേഖലകളിലേക്ക്, പ്രൈവറ്റ് ഫേമുകളിലേക്ക് കടന്നു വന്നത്, പ്രോഫിറ്റ്, പ്രൊഡക്ടിവിറ്റി കുത്തനെ ഉയർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഞങ്ങളെ ഭരിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും പ്രാപ്തിയുള്ള എഫിഷ്യൻസിയുള്ള മനുഷ്യരാണ് നിങ്ങൾ. മൂന്നാമതായി, ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഇവിടുത്തെ ബ്രിട്ടീഷുകാരോട് മാത്രമല്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുള്ളത്, ഇവിടുത്തെ ജാതി മേധാവിത്വത്തിനെതിരെ കൃത്യമായ സ്വാതന്ത്ര്യ സമരം നമ്മൾ നയിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി 1000 വർഷക്കാലത്തോളം ഞങ്ങളെ ചൂഷണം ചെയ്ത് ചൂഷണ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് പാടത്ത് ഞങ്ങളെ നുഖങ്ങളിൽ കെട്ടിയിട്ട് അത്തരത്തിലുള്ള സൽഭരണമാണല്ലോ, ഈ സദ്ഭരണം കാഴ്ചവെച്ച ജാതീയമായ ഒളിഗാർക്കിയോട് പൊരുതിയിട്ടാണ് ഞങ്ങൾ സ്വരാജ്യം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നീട്ടിയത്. ഇത് ഗാന്ധി കൃത്യമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ സദ്ഭരണമല്ല വേണ്ടത്, സ്വരാജ്യമാണ് വേണ്ടതെന്ന് മഹാത്മാഗാന്ധിയും കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ സ്വരാജ്യത്തിന് വേണ്ടി പൊരുതി സ്വരാജ്യം നേടിയ ഞങ്ങളോടാണ് പറയുന്നത് വീണ്ടും നിങ്ങളെ നന്നാക്കാൻ. ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞു പോയ വൈറ്റ് മാൻസ്
ബേർഡന്റെ ബാക്കിയാണ്. ഞങ്ങളെ സിവിലൈസ് ചെയ്യാൻ, ഞങ്ങളെ നന്നാക്കാൻ ബ്രാഹ്മിൺ വിഭാഗമോ നായിഡു വിഭാഗമോ വരട്ടെ എന്നാണ് പറയുന്നത്. ഇത്തരം സിവിലൈസേഷൻ മിഷനുകളിൽ ഒന്നും തന്നെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. 4 ഇവിടെ വന്നിട്ടുള്ള സുരേഷ് ഗോപി പക്ഷ നിരീക്ഷകൻ, വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഒളിഗാർക്കിക്കായുള്ള ചില മേഖലകൾക്കകത്തേക്ക് ഇവർ കടന്നു വരട്ടെ എന്ന്. ഇതെന്ന് പറഞ്ഞ ഒരു 6 ആക്ക് സെറ്റപ്പ് അല്ല എന്നുള്ളത് രാഹുൽ ഈശ്വർ കൃത്യമായി മനസ്സിലാക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അനുമാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 46 അടക്കമുള്ള കാര്യങ്ങളിൽ. സോഷ്യലി എഡ്യൂക്കേഷനലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ അധികാരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ആണ്. ഉന്നത കുലജാത സംവരണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് അല്ല. അങ്ങനത്തെ ഒരു പദം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇന്ത്യക്കകത്ത് പിന്നെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവികൾ ചെയ്ത തെറ്റിന് ഇപ്പോഴത്തെ പരിഹാരം, അങ്ങനത്തെ ഒരു കാര്യമേ അല്ല നമ്മൾ പറയുന്നത്. ഇന്ന് ഇന്ത്യക്കകത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മിൺ, ബനിയ, ക്ഷത്രിയ, കായത്സ് എന്ന് പറയുന്ന 4 സമൂഹമാണ് ജുഡീഷ്യറി അടക്കമുള്ള ഓരോ മേഖലയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം മേഖലകൾക്കകത്ത് ഇന്നത്തെ കണക്കുകൾ പ്രകാരം ഒളിഗാർക്കിക്കായിട്ട് ഈ കമ്മ്യൂണിറ്റീസ് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ഇടങ്ങളിലേക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ വേണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറയുന്ന ഉന്നത കുലജാതവാദത്തെ യാതൊരു രീതിയിലും അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ തയ്യാറല്ല. സുരേഷ് ഗോപിയും ഒരു പൗരനാണ്. അദ്ദേഹം ബ്രാഹ്മണനായ അടുത്ത ജന്മത്തിൽ ജനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇത്തരം ജാതീയമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പോഴേ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, മിഥുൻ വിജയകുമാർ. രാഹുൽ പറയൂ. പെട്ടെന്ന് ഒരു വരി കൂടി. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തവരിൽ, അതായത് ഭരണഘടനാ സമിതിയിലടക്കം ബഹുഭൂരിപക്ഷവും നിങ്ങൾ നേരത്തെ പലരും സൂചിപ്പിച്ച, ദുസൂചനയോടെ സൂചിപ്പിച്ച സവർണ ഹിന്ദു കാസ്റ്റിലെ ആൾക്കാർ തന്നെയായിരുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും നന്മയ്ക്കും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ഒക്കെ ഈ പ്രയത്നിച്ചതും മറ്റും ഞാൻ അടക്കമുള്ള ആൾക്കാർ ജനിച്ച വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. മഹാനായ ബാബാ സാഹേബ് അംബേദ്കറിനെ അടക്കം ഭരണഘടനാ സമിതിയുടെ ചെയർമാനായി മുമ്പോട്ട് കൊണ്ടുവന്നത് ഗാന്ധിജിയുടെ പ്രപ്പോസലിൽ നെഹ്റു എന്ന് പറയുന്ന സോക്കോൾഡ് പുരോഗമനവാദിയായ ബ്രാഹ്മണനായിരുന്നു. അപ്പൊ ഈ സമൂഹം ചെയ്ത ത്യാഗങ്ങളോ നന്മകളോ ഒന്നും കാണാതെ ഈ സമൂഹത്തിൽ പെടുന്നവരെല്ലാം മോശമാണെന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മൾ ഇന്നേക്ക് എത്തിയിരിക്കുന്നത്. ആ കാലം മുതൽ ഈ കാലം വരെ ഗോത്രവിഭാഗത്തിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? ഉന്നത കുലജാതരെ നന്നാക്കാം എന്ന് പറയുന്നതിൽ പിന്നെ അർത്ഥം എന്താണ്? അവരാണല്ലോ ഭരിച്ചിരുന്നത്. താങ്കൾ ഈ പറയുന്ന ഉന്നത കുലജാതരാണല്ലോ ഭരിച്ചിരുന്നത്. ഇല്ലല്ല, ആ ഉന്നത കുലജാതൻ എന്ന വാക്ക് ശരിയല്ലാത്തോണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. സുരേഷ് ഗോപി ഉപയോഗിച്ചു എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആയിക്കോട്ടെ. പക്ഷെ സവർണ ഹിന്ദു സമൂഹത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ റിഫോമിന് എല്ലാം മുൻകൈ എടുത്തത്? റിഫോംസ് മാത്രമല്ല, മോശം ഭരണത്തിലും ഉന്നത കുലജാതർ എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ മോശം ഭരണം ഉണ്ടാകുമ്പോഴും. അപ്പോൾ നന്നാക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ ആള് വരണം എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കുന്നത് തെറ്റാണ്. അത് തെറ്റാണ് എന്ന് സുരേഷ് ഗോപി തിരിച്ചറിയുന്നില്ല. വളച്ചൊടിച്ചത് കൊണ്ട് പിൻവലിക്കുന്നെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഒരു കാര്യം മാത്രം നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ മതി. ഗാന്ധിജിയും ബനിയ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. നമ്മുടെ സമൂഹത്തിൽ മുമ്പോട്ട് വരികയും എല്ലാ വിഭാഗങ്ങളുടെയും ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടിയ കേരളത്തിലെ അടക്കമുള്ള നമ്മളിവിടെ ഗാന്ധിക്കെതിരായ ഒരു ചർച്ചയല്ല, നമ്മളിവിടെ ജാതി തിരിച്ചുള്ള ചർച്ചയ്ക്കല്ല. ഇവിടെ ജാതി തിരിച്ച് ചർച്ച ചെയ്ത ആളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അവിടെയാണ് നേരത്തെ അല്ലല്ല, ഒരു സെക്കൻഡ്, അവിടെയാണ് നേരത്തെ നമ്മുടെ സണ്ണി കബിക്കാട് സാർ അടക്കം പറഞ്ഞു ബ്രാഹ്മണ വിരോധത്തിന്റെ പേരിൽ ബ്രാഹ്മണർക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ഒരിക്കലുമല്ല. ഈ ജാതികൾ തമ്മിലുള്ള വിരോധം ഇല്ലാതാക്കാനും സാമുദായിക സന്തുലനം ഉണ്ടാക്കാനും സമവായം ഉണ്ടാക്കാനും അല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങിയത് ബഹുഭൂരിപക്ഷവും ഹിന്ദു സമൂഹത്തിലെ മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളല്ലേ. അവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നും കാണാതിരിക്കാൻ കഴിയാൻ പറ്റുമോ? ഈ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും ശ്രമിച്ചിട്ടുള്ളത് മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട് ഒരുപാട് പേരല്ലേ. അവരടക്കമുള്ളവരെ തള്ളിപ്പറയരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അംബേദ്കർജിയോടൊപ്പം തോളോട് തോൾ നിന്ന് പോരാടിയതും ഒരുപാട് മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നതും ഇവരെല്ലാം ബ്രാഹ്മണ, കായസ്ഥ, ക്ഷത്രിയ സമൂഹങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടിയാണ് എന്ന് മറക്കരുത്. ഇവിടെ നമ്മളിവിടെ ആരെ അടച്ചാക്ഷേപിച്ചിട്ടില്ല. ഞാൻ സുരേഷ് ഗോപി ഓരോ കളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വന്ന ഒരു വിഭാഗത്തിനെ നന്നായി ഭരിക്കാൻ കഴിയുമോ എന്ന് ആവർത്തിച്ച് പറയുന്നിടത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തന്നെ. അല്ലാതെ നമ്മൾ ഇവിടെ ജാതി തിരിച്ചിട്ടല്ല ചർച്ച നടത്തുന്നത്. ദിനു പറഞ്ഞോളൂ. രാഹുൽ ഈശ്വർ പല ചർച്ചകളിൽ ജാതീയതയെ വിഷയമാക്കിക്കൊണ്ട്
ജാതീയതയിൽ നിന്നുള്ള ഒളിഗാർക്കിയെ, ജാതി മേധാവിത്വത്തെ കുറിച്ച് പറയുന്ന സമയത്ത് രാഹുൽ പലപ്പോഴും സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാദമാണ് ബ്രാഹ്മണർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തിനാണ് ബ്രാഹ്മണ വിരോധം എന്ന് ചോദിക്കുന്നത്. നോക്കൂ, ബ്രാഹ്മണരായ അനേകം സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. മധുവിന് രാഹുൽ ഈശ്വർ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ബ്രാഹ്മണർക്ക് ഭക്ഷണവും ബ്രാഹ്മണർക്ക് ആയുള്ള സുഹൃത്തുക്കൾക്ക് ഡ്രസ്സും അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും അവരുടെ നിയമ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പല സമയങ്ങളിൽ. ഇതൊന്നും രാഹുൽ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി ചെയ്ത പോലെ വിളിച്ചു പറയാറില്ല എന്ന് മാത്രം, ജാതി വെച്ചുകൊണ്ട്. ഇവിടെ കൃത്യമായി നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് ആ വ്യക്തി മോശമാണെന്നോ, ഇന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് ആ വ്യക്തി ഉന്നത കുലജാതനോ ആണെന്നുള്ളത് അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒളിഗാർക്കി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജാതി വിഭാഗത്തിന് മാത്രം അധികാരം കിട്ടുന്ന ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥയാണ് നമ്മൾ എതിർക്കുന്നത്. ദളിതർക്ക് വേണ്ടി മാത്രം നാളെ അധികാരം കിട്ടിയാൽ, ആദിവാസികൾക്ക് മാത്രം ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യവസ്ഥയും നമ്മൾ എതിർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജാതി നിർമൂലനമാണ്. വളരെ കൃത്യമായി ഒളിഗാർക്കിക്കായുള്ള കമ്മ്യൂണിറ്റീസിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ വാദത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് ബ്രാഹ്മണർക്കെതിരാണ്, നായന്മാർക്കെതിരാണ്, ഇത്തരത്തിൽ സമുദായങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ശ്രമങ്ങളെ നമ്മൾ ചെറുക്കണം. ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ സഹോദര്യമാണ് സമുദായങ്ങൾക്കിടയിൽ വേണ്ടത് എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. ശരി, മിഥുൻ വിജയകുമാർ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും സുരേഷ് ഗോപി രാജിവെക്കണം എന്ന ആവശ്യമാണ് കേരളത്തിൽ നിന്ന് ഉയരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ സ്മൃതി, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നു. അതിൽ അദ്ദേഹം ഒരു ഐഡന്റിറ്റി ബേസ്ഡ് അപ്പോയിന്റ്മെന്റിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം, ഒരു മെറിറ്റോക്രാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആളുകൾ അല്ലെ ഇവിടുത്തെ മീഡിയ അതിനെ വളച്ചൊടിക്കുന്ന രീതി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി അനലൈസേഷൻ ഓഫ് കാസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഒരു പാനലിസ്റ്റ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് അത്ര വലിയൊരു കുറ്റമായി തോന്നുന്നത്? കാരണം അദ്ദേഹം അവിടെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി വേണ്ട എന്നല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം ട്രൈബൽ കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് നടത്തണം എന്നുമല്ല പറഞ്ഞത്. ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ഇത്ര വലിയ തെറ്റ്? അദ്ദേഹം ആഗ്രഹിക്കുന്നത് മാത്രമല്ല, അവിടേക്ക് ഒരു നായിഡോ ബ്രാഹ്മണനോ വരട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കാമോ? അല്ല, അവിടേക്ക് ഒരു നായിഡു ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം വാക്കുകളാണോ? ഇവിടെ പറയുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കൂ. നായിഡും ബ്രാഹ്മണും മോശമെന്നല്ല, നായിഡും ബ്രാഹ്മണനും വരണം, ഗോത്ര വിഭാഗത്തെ ഭരിക്കാൻ നായിഡുവോ ബ്രാഹ്മണനോ വരട്ടെ എന്നതിന്റെ അർത്ഥം താങ്കളുടെ മനസ്സിലാക്കൽ എന്താണെന്ന് പറഞ്ഞാൽ മതി. അല്ല നായിഡു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം വാക്കാണോ? അത് മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ? അല്ലെങ്കിൽ അവരെ ഇൻക്ലൂസിവിറ്റി എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻക്ലൂസിവിറ്റിയെ ഫോക്കസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ നായിഡുവോ ബ്രാഹ്മണനോ ഇവിടെ നായിഡുവും ബ്രാഹ്മണനും എവിടെയാണ് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്? അല്ലല്ല, ഇവിടെ നായിഡുവും ബ്രാഹ്മണനും എവിടെയാണ് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത് മിഥുൻ? അല്ല, നായിഡുവിനോ ബ്രാഹ്മണനോ റെപ്രസെന്റേഷൻ കിട്ടാത്ത, ട്രഡീഷണലി റെപ്രസെന്റേഷൻ കിട്ടാത്ത ഒരു മിനിസ്ട്രിയിലേക്ക് അവർ കടന്നു വരട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോക്കസ് ഇൻക്ലൂസിവിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്താണ്? ഇവിടെ ഒരു അപ്പർ കാസ്റ്റ് ഹേട്രഡ് പരത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഈ എന്താ പറയാ ഈ അവർ ചെയ്തിട്ടുള്ള എന്താ പറയാ മോശമായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നും ഒരു അപ്പർ കാസ്റ്റ് ഹേട്രഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത, അതെന്തിനാണ് ചില മാധ്യമങ്ങൾക്കും ചില ആളുകൾക്കും ഇങ്ങനെയുള്ള വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്? ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഒന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ വലിയ കുഴപ്പം പറയുന്ന ഒരു കാര്യം തോന്നിയില്ല. കാരണം അദ്ദേഹം ട്രൈബൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ട്രൈബൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ട്രൈബൽ അപ്ലിഫ്റ്റ്മെന്റ് ഒരു കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് ബി ആർ അംബേദ്കറിനെ പോലെയുള്ള മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു നോൺ ട്രൈബൽ കൊളാബറേഷനിലൂടെ നമ്മൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല ഞാൻ. ബട്ട് അദ്ദേഹം ഈ ഒരു ട്രൈബൽ മേഖലയിൽ അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. MP ആയിരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ പലപ്പോഴും ട്രൈബൽ ഇഷ്യൂസിനെ കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ എന്താ പറയാ ആദിവാസികളുടെ എന്താ പറയാ ദുരന്തം, ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കോളനികളിലെ കുടിവെള്ള പ്രശ്നം, ശിശുമരണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ എന്താ പറയാ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുടിവെള്ള പ്രശ്നമൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാൻ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ഒരു മിനിസ്റ്റീരിയൽ കപ്പാസിറ്റിയിൽ ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച ഒരു അപ്പർ കാസ്റ്റ് ഹേറ്റ്രഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ശരി, അതാണ് മിഥുൻ വിജയകുമാറിന്റെ മനസ്സിലാക്കൽ.
അല്ലേ അപ്പർ കാസ്റ്റ് ഹേറ്റ്രഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ മനസ്സിലാക്കൽ. ആ പ്രസംഗം മുഴുവൻ കണ്ട ശേഷം താങ്കളുടെ മനസ്സിലാക്കൽ അതാണ്. നമ്മുടെ മനസ്സിലാക്കൽ ഇതാണ്. അദ്ദേഹം പറയുന്നു ഗോത്രവിഭാഗത്തിന്റെ വകുപ്പുകളിൽ വല്ലാത്ത രീതിയിൽ പണം വകമാറ്റി ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് നീക്കിവച്ചിരിക്കുന്ന തുക ഉദ്യോഗസ്ഥർ വെട്ടിക്കുന്നുണ്ട്. അവിടെ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഇത്ര കാലം പ്രവർത്തിച്ചിട്ട് അത് പരിഹരിക്കാനാകുന്നില്ല. നന്നാക്കണമെങ്കിൽ അവിടേക്ക് ആര് വരണം? അദ്ദേഹം പറയുന്ന ഉന്നത കുലജാതർ വരണം. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം പറയുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് വെറുപ്പുണ്ടാക്കുന്നത്? നമ്മൾ എവിടെയാണ് വെറുപ്പ് ചർച്ച ചെയ്യുന്നത്? അല്ല, ഒരിക്കലല്ല. അദ്ദേഹം അവിടെ ഉയർത്തി കാണിച്ചത് ഒരു മെറിറ്റോക്രാറ്റിക് അപ്രോച്ചിനെയാണ്. പക്ഷേ താങ്കൾക്ക് എടുത്ത് പറയാനുള്ളത് നായിഡു എന്ന പ്രയോഗം അല്ലെ ബ്രാഹ്മണൻ എന്ന പ്രയോഗം അല്ലല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വരികയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നായിഡും ബ്രാഹ്മണനെ എവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നല്ല. അല്ലല്ല, താങ്കൾ ആ പ്രസംഗം മുഴുവൻ കേട്ടിരുന്നോ? വേണമെങ്കിൽ ഞാൻ ഇപ്പൊ വെറുതെ പറയേണ്ടി വരും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മുഴുവൻ. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാചകത്തിന് അല്ല, ഒരാളൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു പൊതുപ്രസംഗം നടത്തുമ്പോൾ, ഒരു മന്ത്രി നടത്തുമ്പോൾ, ഒരു ജനപ്രതിനിധി നടത്തുമ്പോൾ നടത്തേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഇവിടെ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. ഉറപ്പായിട്ടും ഓഡിറ്റ് ചെയ്യപ്പെടും. അല്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോളൂ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ക്രിട്ടിസിസമാണ് നടക്കുന്നത്. ക്രിട്ടിസിസം തന്നെയാണ് നടക്കുന്നത്. അതിലൊരു സംശയവുമില്ല. ഇത് ഗോത്രവർഗ വിഭാഗത്തിന് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് വന്ന മന്ത്രിമാരായിട്ടുള്ളത് അവരുടെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള സമര പോരാളികൾക്ക് ബോധ്യമാകാത്ത എന്ത് വലിയ ആശയമാണ് ഇവിടെ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അവർക്കാർക്കും ബോധ്യമാകുന്നില്ല. അപമാനമായിട്ടാണ് തോന്നുന്നത്. CK ജാനുവിന്റെ പ്രതികരണം വന്നു, മന്ത്രി കേളുവിന്റെ പ്രതികരണം വന്നു, K രാധാകൃഷ്ണന്റെ പ്രതികരണം വന്നു. താങ്കൾ ഒന്ന് കേൾക്കൂ. താങ്കൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. പണ്ട് ട്രൈബൽ വെൽഫെയർ ഡയറക്ടറായിരുന്ന T മാധവമേനോനെ പോലുള്ള ആളുകൾ ബ്യൂറോക്രാറ്റിക് കപ്പാസിറ്റിയിൽ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ടാണ് ഒരു ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിന് അപ്പുറത്തേക്ക് ഒരു മിനിസ്റ്റീരിയൽ ലെവലിൽ ഒരു ആൾക്ക് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി ചിന്തിച്ചത് ഒരു പക്ഷേ. ബട്ട് അതിനെയൊക്കെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ എനിക്ക് ആ വകുപ്പ് മന്ത്രിയാകാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത് വരെ ശരിയാണ്. അത് ഓക്കെ. ഞാൻ അവർക്ക് വേണ്ടി കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്ക് താല്പര്യമുള്ള മേഖലയാണ് എന്ന് പറയുന്നത് വരെ ഓക്കെ. അത് കഴിഞ്ഞ് നടത്തിയിരിക്കുന്ന ഒരു കാര്യവും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അത് ഭരണഘടനാ വിരുദ്ധവും കൂടിയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അതാണ് പ്രശ്നം. പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. K. സരൺകുമാർ, ഇവിടെ മുന്നാക്ക വിഭാഗത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചയാണ് അവിടെ പുരോഗമിക്കുന്നതെന്നാണ് മിഥുന്റെ മനസ്സിലാക്കൽ. ഈ പ്രസംഗം മുഴുവൻ കേട്ടിട്ടും അത് ഉയർത്തുന്ന ആശയം അതല്ലെങ്കിൽ പുറത്തേക്ക് അത് പ്രകടിപ്പിക്കുന്ന ആശയം എന്താണെന്ന് മിഥുൻ വേറെ രൂപത്തിലാണ് അതിനെ കാണുന്നത്. ഇതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീ സുരേഷ് ഗോപി നടത്തിയതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. എല്ലാ വിഭാഗത്തിലെ ആളുകളും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ആ പ്രസംഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഈശ്വരും ശ്രീ മിഥുനും നടത്തുന്ന പ്രസ്താവനകളെല്ലാം അതും ഭരണഘടനാ വിരുദ്ധമാണ്. ഇത്രയധികം തരംതാണു പോകുന്ന തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ, കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് ഈ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. നമുക്കറിയാം, അയ്യങ്കാളി പഞ്ചമിയെയും പിടിച്ചുകൊണ്ട് ഒരു സ്കൂളിലേക്ക് പോയത് വിദ്യാഭ്യാസ നിഷേധത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി 1912 അന്ന് ആ സ്കൂള് കത്തിച്ചു. 1924-25 കാലഘട്ടങ്ങളിൽ വക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാൻ മഹാത്മാഗാന്ധി വന്നപ്പോൾ ആ സമരത്തിന് അധ്യക്ഷം വഹിച്ചത് സാക്ഷാൽ അയ്യങ്കാളി തന്നെയാണ്. അന്ന് അയ്യങ്കാളിയോട് മഹാത്മാഗാന്ധി ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. അന്ന് അയ്യങ്കാളി പറഞ്ഞ മറുപടി, എന്റെ സമുദായത്തിൽപ്പെട്ട 10 പേരെങ്കിലും BA പാസ്സായി കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന 100 വർഷങ്ങൾക്ക് മുമ്പ്. ആ അയ്യങ്കാളിയുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ പഠിച്ചു വളർന്നു വലുതായി ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറി ഈ കൊച്ചു കേരളത്തിൽ നിന്ന്. നമുക്കറിയാം സാക്ഷാൽ KR നാരായണൻ. അതുപോലെ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് ശ്രീ KG ബാലകൃഷ്ണൻ അടക്കം ഏതു വലിയ പദവിയിലേക്കും ഈ കേരളത്തിൽ നിന്ന് എല്ലാ വിഭാഗം ആളുകളെയും കൈപിടിച്ച് ഉയർത്താൻ നാം നടത്തിയ വലിയ ശ്രമം നടത്തിയ കേരളത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധി വന്ന് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിന്റെ വാചകം വരെ, പേര് വരെ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ഉന്നയിക്കുകയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവും ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ സഹോദരൻ അയ്യപ്പന്റെ എല്ലാം പേര് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഏതു പദവിയും
ഏത് വിഭാഗം ആളുകൾക്കും, അതായത് ഈ രാജ്യത്തിന്റെ ഒരു പൗരനായാൽ മതി, ആ പൗരനെ ഏത് പദവിയും അലങ്കരിക്കാൻ പാകത്തിന് തുല്യതയോടെ സമത്വത്തോടെ മുന്നേറുന്ന ഒരു കാഴ്ച നാം കാണുമ്പോഴാണ് ഇത്ര പെർവേഴ്സ് ആയിട്ടുള്ള പ്രസ്താവന ഏറ്റവും ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രി പറയുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണേണ്ടത്? അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഗോത്ര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഉന്നത കുലജാതർ, ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആൾക്ക് ഈ ഉന്നത കുലജാതർ ആരാണ്? ഈ ഉന്നത കുലജാതർ എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇവിടെ ജാതീയതയ്ക്കെതിരെ എത്ര ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടന്ന നാടാണ്. വഴി നടക്കാൻ, മാറുമറയ്ക്കാൻ, വെള്ളമുണ്ടെടുക്കാൻ, മീശ വയ്ക്കാൻ, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ എത്ര ചരിത്രപരമായിട്ടുള്ള പോരാട്ടം, ധീര രക്തസാക്ഷിത്വം നടന്ന നാടാണ് നമ്മുടേത്. ആ നാട് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മുന്നേറിയ നാട്. തമിഴ്നാട്ടിലേക്ക് പോയാൽ ഇപ്പോഴും ഉണ്ട് ജാതി മതിൽ, അതുപോലെ തന്നെ കർണാടകത്തിലേക്ക് പോയാൽ ഇപ്പോഴും ഉണ്ട് മുടസ്ഥാനം. വടക്കേ ഇന്ത്യയിൽ നിന്ന് എത്രയോ ജട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂജയിൽ നിന്ന് വെള്ളം കുടിച്ച മറ്റേ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ തല്ലിക്കൊന്നത് രാജസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. അധ്യാപകരാണ് തല്ലിക്കൊന്നത്. ഈ കേരളത്തിൽ നിന്ന് ഇത്തരം വാർത്തകളൊന്നും വരാത്തത് നവോത്ഥാന ശക്തികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തുടർന്ന് വന്ന ഗവൺമെന്റുകളും എല്ലാം നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. ഈ ചരിത്രബോധം നമുക്ക് എല്ലാവർക്കും വേണ്ടേ? ആ ചരിത്രബോധത്തോടെ പുതുതലമുറയെ ശരിയായ വഴിക്ക് നയിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഉജ്ജ്വലമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടുള്ള പ്രവണത വരുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ ഈ തെറ്റായ പ്രവണതയ്ക്കെതിരെ അണിനിരക്കുന്ന കേരളത്തിൽ നിന്ന് ഇത്തരം പ്രസ്താവനകളുമായിട്ട് വരുന്ന ആ മന്ത്രിമാരെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം രംഗത്തെത്തുന്നു. ഇന്നേതായാലും BJP ഈ ചർച്ചയിൽ ഒരു പ്രതീതിയെ വിട്ടിട്ടില്ല. BJPക്ക് പകരം ചില ആളുകൾ വന്നിട്ട് കണ്ടാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് പറഞ്ഞത് മുതൽ ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പോട്ടെ, ഈ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന നടത്തേണ്ട സമയത്തല്ലേ ഇത്രയും പെർവേഴ്സി ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്? അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഉയർന്നു വരണം. കേരളം പുലമ്പുകയാണല്ലോ. ശ്രീ സണ്ണിയം കബിക്കാട്, കേരളത്തിന് എന്തിനാണ് ഈ 2 മന്ത്രിമാർ എന്നൊരു ചോദ്യമല്ലേ ഉയരുന്നത്? ഒന്ന്, പിന്നാക്കം നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു മന്ത്രി; 2, പിന്നാക്കാവസ്ഥയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന ഒരു മന്ത്രി; പിന്നാക്കം പോയാൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പറയുന്ന മറ്റൊരു മന്ത്രി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 സഹമന്ത്രിമാർ കേരളത്തിന് എന്ത് സംഭാവനയാണ് ഇനി നൽകാൻ പോകുന്നത്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പരിപൂർണമായി അവഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുക്കുന്ന പ്രസ്താവനകളാണ് ഈ 2 മന്ത്രിമാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 മന്ത്രിമാരെന്നൊക്കെ പറയും നമ്മൾ വലിയ കാര്യങ്ങൾ കാണേണ്ടതില്ല. മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവരല്ല 2 മന്ത്രിമാരും, സഹമന്ത്രിമാരാണ്. സ്വതന്ത്രമായ ഏതെങ്കിലും ചുമതലയുള്ളവരുമല്ല. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് പോകട്ടെ. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിൻ്റെ അവകാശപ്പെട്ട ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേരള സംസ്ഥാനത്ത് അവകാശപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഒഴിഞ്ഞു മാറുന്നത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടതോ സവർണ ഹെയ്റ്റ് ക്യാമ്പയിൻ, ഇതൊക്കെ പുതിയ വാക്കുകളാണ് കേട്ടോ, അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അത് ഇവിടെ ഒരു സവർണ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇവിടെ നടന്നിട്ടില്ല. വളരെ വ്യക്തമായി ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും വ്യക്തിയുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളിലൂടെ അല്ല ഇന്ത്യയിലെ ഒരു ജനതയും മുന്നോട്ട് പോകേണ്ടത്. അത് ഇന്ത്യൻ ഭരണഘടന വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, നിയമങ്ങളുണ്ട്. അത് നടപ്പിലാക്കുക എന്നാണ് പ്രധാനം. ഇനി സുരേഷ് ഗോപിയുടെ താല്പര്യങ്ങൾ സംശുദ്ധമാണെങ്കിൽ തന്നെ ഉന്നത കുലജാതർ എന്ന വാക്കുപയോഗിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ബ്രാഹ്മണരെല്ലാം കുറ്റവാളികളാണോ, നായിഡു കുറ്റവാളിയാണോ എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢിത്തപൂർണമായ പ്രതികരണമല്ല വേണ്ടത്. അങ്ങനെ ആരും പറയുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒത്തിരി ബ്രാഹ്മണർ ഇടപെട്ടിട്ടുണ്ട്, ഇല്ലെന്നാരെങ്കിലും പറഞ്ഞോ? അതൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അവരാണ് ഇതിൻ്റെ എല്ലാം ഉപജ്ഞാതാക്കൾ എന്നുള്ള വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ രാഹുൽ ഈശ്വർ എപ്പോഴും എല്ലാ ചർച്ചയിലും പറയുന്നൊരു കാര്യം, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അത് വ്യക്തിപരമായ അദ്ദേഹത്തിന് അത് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ താങ്കളുടെ പ്രായശ്ചിത്തം പൂർണ്ണമാകുന്നത് വരെ ആദിവാസിക്കോ ദളിതർക്കോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കണം. ഇത് അവരുടെ അവകാശ പ്രശ്നമാണ്, മറ്റൊരാളുടെ പ്രായശ്ചിത്തത്തിൻ്റെ പ്രശ്നമല്ല. അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇങ്ങനെ ഇതിലേക്ക് യഥാർത്ഥത്തിൽ കൂട്ടിച്ചേർക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാവരും കൂടി നടത്തി അവരെല്ലാം ദൈവങ്ങളാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അത് ദിനു ഇവിടെ സൂചിപ്പിച്ചു. വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ കാണണം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം, സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലക്ക്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ കേന്ദ്രമന്ത്രി എന്ന നിലത്ത് പുലർത്തേണ്ട ജനാധിപത്യ മര്യാദയും ജനാധിപത്യ മൂല്യബോധവും ജനാധിപത്യത്തിൻ്റെ അന്തസത്തയും നിഷേധിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത്. ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യം പോലും ഉയർന്നു വരുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്കെന്താണ്, ഈ പൗരസമൂഹത്തിന് എന്താണ് കഴിയാത്തത്? പൗരസമൂഹത്തിന് അത് കഴിയണ്ടേ? അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന് അത് പറയുന്നതിലൂടെ കേരളത്തിലെ സവർണർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് ഇവർ പറയുന്നു എന്ന് നിങ്ങൾ എന്തിനാ വാവിട്ട് നിലവിളിക്കുന്നത്? അതാണോ ഇവിടെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ ആരും. എല്ലാവരും പറയുന്നത് എന്താണ്, ഈ പ്രസ്താവനയിൽ അപകടകരമായ ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലെന്ന് നിങ്ങൾ പറ. അതല്ലാതെ വേറെ കാര്യം പറയരുത്, വേറെ കാര്യം പറഞ്ഞ് നടക്കരുത്. സവർണ ജാഥ നടത്തിയത് നായരാണെന്നൊക്കെ പറഞ്ഞ് ഇതിന് ഓട്ടയടയ്ക്കുന്ന ആ പരിപാടി രാഹുൽ നിർത്തണം. ഇതിന് വ്യക്തമായി കൃത്യമായി ഉത്തരവുണ്ടെങ്കിൽ പറയുന്നത് കേൾക്കുന്ന ജനങ്ങൾക്കത് ഗുണം ചെയ്യും. അതാ ഞാൻ പറയുന്നൊരു കാര്യം. ഇപ്പോൾ ഈ ഖേദപ്രകടനമല്ല, അത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നടത്തിയ പ്രതികരണം അത് ഖേദമായി കാണേണ്ടതില്ല. താൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിൽ ആരും എടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഞാൻ കരുതൽ എടുക്കുന്നുണ്ട് എങ്കിൽ അത് ഗോത്രവർഗ വിഭാഗത്തിന് വേണ്ടിയാണ്. ആ കരുതൽ തുടരും എന്നുള്ളതാണ്. അപ്പോൾ ആ കരുതലിനെയാണ് ഈ നാട് മുഴുവൻ തെറ്റിദ്ധരിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിൽ വിശ്വസിച്ചിട്ടുള്ള കരുതലും തലോടലൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആ കരുതലുകൾ ആത്യന്തികമായി ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്കാണെന്നുള്ള ഉത്തമമായ ബോധ്യമുള്ള ഇന്ത്യയിലെ പൗരരാണ് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ഒക്കെ. അപ്പം ഈ ബ്രാഹ്മണിക് ബോധ്യത്തിൽ നിന്നുള്ള ഇത്തരം തഴുകലുകൾ ഞങ്ങൾ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല എന്ന് ഉറച്ചു പറയുന്നു. ഇവിടെ ഒരൊറ്റ മറുപടി മിഥുനും കൂടെ നൽകാനുണ്ട്. മിഥുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അപ്പർ കാസ്റ്റ് ഹേറ്റഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ, ഒപ്രസർ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ആളുകളെ കൂടി അവരുടെ പ്രിവിലേജുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും നയിക്കാനുള്ള ഒരു വലിയ കാര്യമാണ് ഭരണഘടനാ ധാർമ്മികതയിൽ ഉറച്ചുകൊണ്ട് ഞങ്ങളടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം കാണിച്ചിട്ടുള്ളത്? നുകം കെട്ടിക്കൊണ്ട്, നുകത്തിൽ വലിച്ചുകൊണ്ട്, പാടങ്ങളിൽ കൊല ചെയ്തുകൊണ്ട്, കൈർലാഞ്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ വീടുകൾക്ക് തീ വെച്ച് കൊന്നിട്ട് ഈ തലമുറയിലെ ഏതെങ്കിലും മനുഷ്യരോട് ഇത് തിരിച്ചു ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ജനാധിപത്യപരമായി ഇടപെടുക, കണക്കുകൾ പറയുക, ശാസ്ത്രീയമായ യുക്തി പ്രയോഗിക്കുക. ഇത് തന്നെയാണ് വളരെ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ വിശ്വാസത്തോടെ കൂടിയിട്ട് ഒരിക്കലും അഹിംസയുടെ പാതയിൽ തന്നെ ഭരണഘടനാ ധാർമ്മികത ഉറച്ചു തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. മറ്റൊരു വാദം, ഇത് മെറിറ്റിന്റെ ഭാഗമായിട്ട് എന്തോ സംഗതിയാണെന്ന് അടക്കം മിഥുൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഒരു മനുഷ്യനും പ്രത്യേക മെറിറ്റ് ഇല്ലെന്നും ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഒരു മനുഷ്യനും പ്രത്യേക മെറിറ്റ് കുറവില്ല എന്നുള്ളതുമാണ് കൃത്യമായി നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത കുല ജാതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കാലാകാലങ്ങളിൽ അടിച്ചമർത്തിയ ആ വ്യവസ്ഥയോട് നിരന്തരം പൊരുതാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വെറുപ്പിന്റെ ഭാഷയിലല്ല, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിലാണ്. ശരി മിഥുൻ, മറുപടി. സ്മൃതി, ഇവിടെ ഞാൻ മെറിറ്റോക്രസി എന്ന് പറഞ്ഞതിനെ ഇത്രയും ജാതി തിമിരം ബാധിച്ച ലെൻസിലൂടെ നോക്കിക്കൊണ്ടാ കണ്ടതെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഞാനിവിടെ ഉദാഹരണമായി എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ട്രൈബൽ വെൽഫെയർ ഡയറക്ടറായ ടി മാധവ് മേനോനെ പോലുള്ള ആളുകൾ അവരുടെ കപ്പാസിറ്റിയിൽ, ഒരു ബ്യൂറോക്രാറ്റിക് കപ്പാസിറ്റിയിൽ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്തത്. അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. അതിനുള്ള മറുപടി ശ്രീ കബിക്കാട് നേരത്തെ നൽകി കഴിഞ്ഞതാണ്. എല്ലാ സമയത്തും ഗോളടിച്ചു പോകാനുള്ള സമയമൊന്നുമല്ല. ഞാൻ പറയട്ടെ, ഞാൻ അത് പറഞ്ഞപ്പോൾ അതൊരു മിനിസ്റ്റീരിയൽ കപ്പാസിറ്റിയിൽ ഒരാൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നതിന്റെ മെറിറ്റോക്രസിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഇവിടെ ദിനുവെയിലിനെ പോലുള്ള ആളുകൾക്ക്, ജാതി തിമിരം ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ഇപ്പോഴും അവർ ഈ പഴയ കാര്യങ്ങളുമായിട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് കാണുന്നത് തന്നെ. ഇവിടെ ജാതി തിമിരം എന്നുള്ളതാണോ അവിടെ അനുഭവം എന്നുള്ളതാണോ? മിഥുൻ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി ശ്രദ്ധയോടെ ഉപയോഗിക്കണം. എന്താണ് ഈ ജാതി തിമിരം കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്മൃതി, ഈ രോഷത്തോടെ വരുന്ന പ്രതികരണങ്ങൾ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിഥുൻ. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിഥുൻ. ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ആളുകളെ ഇവിടെ മുന്നാക്ക വിഭാഗത്തിലെ ആളുകളെല്ലാം മോശക്കാർ, പിന്നാക്ക വിഭാഗങ്ങളെല്ലാം നല്ലവർ എന്നൊരു ചർച്ചയല്ല നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അല്ലല്ല, ഇവിടെ
ടിനുവെയിലിനെ പോലുള്ള സണ്ണി കപ്പിക്കാടിനെ പോലുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഐഡന്റിറ്റി ഗിൽറ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്, നായർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്, നായിഡു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മൾ ഇതിനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മോഡലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പ്രശ്നം വിശദീകരിക്കുന്നു. നിങ്ങൾ പ്രശ്നം വിശദീകരിക്കൂ. എന്താണ് പ്രശ്നം? അത് വിശദീകരിക്കൂ. അല്ലെ പ്രശ്നമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പോരാ. ഈ പറയുന്ന ആളുകൾ നിങ്ങൾ പറയൂ എന്താ പ്രശ്നം എന്ന് പറയാം. കാരണം പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത തെറ്റുകളൊക്കെ ഇവർക്ക് പൊറുക്കാൻ പറ്റും. പക്ഷേ അപ്പർ കാസ്റ്റ് തെറ്റുകളെ ഇവർ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ച് ആ ഒരു ഐഡന്റിറ്റി ഗിൽറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ വിമർശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ശരിയാണ്. ഈ സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിനെ നിങ്ങൾക്ക് വിമർശിക്കാം, വിമർശിക്കാതിരിക്കാം, സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു പ്രശ്നം നമ്മൾ 2025 സ്മൃതിയിരിക്കുന്നത്. 2025 നായരെന്നും ബ്രാഹ്മണനെന്നും എനിക്ക് ബ്രാഹ്മണിക്കൽ സുഹൃത്തുക്കൾ ഉണ്ടെന്നും എനിക്ക് ട്രൈബൽ സുഹൃത്തുക്കൾ ഉണ്ടെന്നും ഒക്കെ പറയുന്ന ഗതികേടുണ്ടല്ലോ, അതിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം, സുരേഷ് ഗോപി ട്രൈബൽ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ട്രൈബൽ വെൽഫെയറിന് വേണ്ടി ട്രൈബൽ മേഖലയിലേക്ക് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ആ ട്രൈബൽ മേഖലയിൽ മുന്നാക്കക്കാർ പ്രവർത്തിച്ചാൽ കുറച്ചുകൂടി നന്നായി വരും എന്നുള്ള തോന്നലിനെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ശ്രീ മിഥുൻ, അത് താങ്കൾക്ക് ഈ ചർച്ചയുടെ അവസാനം ബോധ്യപ്പെട്ടില്ലെങ്കിൽ അത് ഖേദകരമാണ്. ശ്രീ കബിക്കാടിന്റെ കൂടെ അല്ലല്ല, കബിക്കാടിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണത്തെ താങ്കൾ മനസ്സിലാക്കിയതിൽ കുഴപ്പമില്ല. അദ്ദേഹം വ്യക്തമാക്കും അദ്ദേഹത്തിന്റെ അവസരം. അല്ല, താങ്കളിലേക്ക് വരാം. താങ്കൾ ഇത്ര ചർച്ചയുടെ അവസാനവും സുരേഷ് ഗോപിയുടെ പ്രസംഗമാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്തത്. അല്ലാതെ ഇവിടെ ഓരോരുത്തരെയും ജാതി തിരിച്ച് വിമർശിക്കാനല്ല നമ്മൾ ചർച്ച നടത്തുന്നത്. ശരി, ശ്രീ കബിക്കാട് താങ്കളോട് പറഞ്ഞു അപ്പർ കാസ്റ്റ് ഹേറ്റഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഞാൻ എന്തോ പറയാന്നുള്ളത്. അങ്ങനെ ഒരു ചർച്ച ഇവിടെ ആരും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു പ്രതികരണം ഇവിടെ ആരും നടത്തിയിട്ടില്ല. അല്ല സ്മൃതി, ഞാൻ പറഞ്ഞ കേൾക്കൂ. അത് കേൾക്കാനുള്ള ഒരു ടൈം താങ്കൾക്ക് വേണ്ടേ? ഇവിടെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ സ്മൃതി ഇടപെട്ട് പറയുകയാണ്, അല്ല അതിനുള്ള കുഴപ്പങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. രാഹുൽ ഈശ്വർ പറഞ്ഞ സമയത്ത് സ്മൃതി ഇടപെട്ട് പറഞ്ഞ കാര്യമാണ്. കാരണം കേരളം ആകുന്നതിന് മുമ്പും കേരളമായിട്ടും ഇവിടെയൊക്കെ ഭരിച്ചവർ ഉന്നത കുലജാത തന്നെയാണല്ലോ. ആ കാലഘട്ടത്തിൽ ഇവിടെ പിന്നാക്കക്കാർ അനുഭവിച്ചിരുന്നത് എന്താണ് അനുഭവിച്ചിരുന്നത്? പിന്നെ എന്ത് സ്വർഗം നൽകുമെന്നാണ് പറയുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇല്ല, ശ്രീ കബിക്കാടിന്റെ കൂടെ ഒരു മിനിറ്റ് കബിക്കാട് പറയട്ടെ. അവിടെയാണ് വലിയ പ്രശ്നമുള്ളത്. കബിക്കാട് പറയട്ടെ. ശ്രീ കബിക്കാട് മറുപടി പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുകയും വെറുതെ ബഹളം വെച്ച് നേടാമെന്നൊന്നും വിചാരിക്കില്ല. വളരെ വ്യക്തമായ ചോദ്യമാണ് ഉന്നയിച്ചത്. കുലജാതർ വന്നു പറയുന്ന കേൾക്കണു. എന്തിനാ ബഹളം വെക്കുന്നേ? കേട്ടല്ലോ, ഈ പ്രിവിലേജ് ആയിട്ടുള്ള ഭാഷയല്ലേ, അത് കയ്യിൽ വെച്ചാൽ മതി. ഈ പ്രിവിലേജ് ആയിട്ടുള്ള ഭാഷയൊക്കെ കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. എന്ത് ഭാഷയാണ് ഇപ്പൊ താങ്കൾ ഉപയോഗിക്കുന്നത്? പ്രയോഗങ്ങളിലെ മിണ്ടാതിരിക്കടോ. താങ്കൾ ആരാണ്? മിഥുൻ കേൾക്കൂ. ശ്രീ സണ്ണി എം കബിക്കാട് പറയൂ. ഇത് നമ്മളൊരു വളരെ വ്യക്തമായൊരു ചോദ്യം, സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കകത്ത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഉള്ളടക്കമുണ്ട്. അതുകൊണ്ട് അതിൽ പ്രതിഷേധമുണ്ട്. രണ്ട്, ഉന്നത കുലജാതർ വന്നിനി ആദിവാസികളെ രക്ഷിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. അതായി പറഞ്ഞ കാര്യം സമ്മതിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? എന്നാ താൻ കേസ് കൊടു എന്നല്ല ഒരു വിഷയത്തിലുള്ള നിലപാടായി പറയേണ്ടത്. അതിന്റെ ഇന്റൻഷൻ എന്താന്ന് മനസ്സിലാക്കി സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞതിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കി പ്രതികരണം കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഗുഡ് ഇന്റൻഷൻ എന്താണ് ബിജെപിക്ക് മനസ്സിലാകാത്ത? ഇതുവരെ പ്രതികരണം വന്നില്ലല്ലോ, പിന്തുണച്ച് പ്രതികരണം വന്നില്ലല്ലോ, വന്നില്ലല്ലോ. എന്താണ് വരാത്തത്? അതിലെ അപകടം തിരിച്ചറിഞ്ഞിട്ടാണ് ഒന്ന് ശ്രീ സണ്ണിയം കബിക്കാട് പൂർത്തിയാക്കട്ടെ. അതിനുള്ള ക്ഷമ താങ്കൾക്ക് കാണിക്കും. ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് ഈ ചർച്ച കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും സണ്ണിയം കബിക്കാട് ആർക്കാണ് ഇവിടെ ജാതി ഒരു പ്രശ്നം, ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് കുഴപ്പമെന്ന് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം, രാജ്യത്ത് വ്യാപകമായി കൊല ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ആദിവാസികളും ദളിതരും.
അവരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അവർ സവർണരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നു പറഞ്ഞു. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? ഇന്ത്യയിലെ സവർണ മനോഭാവവും ഇന്ത്യയിലെ ബ്രാഹ്മണ്യ അധികാര മനോഭാവവും വർഷങ്ങളായി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് തേച്ചു മായ്ച്ച് കളഞ്ഞ ഒരു ജനാധിപത്യ സമൂഹത്തിന് താങ്ങാവുന്നതല്ലത് ഒരു ജാതി മേധാവിത്വം. അത് ആരുടേതായാലും അത് പറ്റില്ല. കോപാകുലരാകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ സാഹോദര്യത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു ഐഡിയ കേട്ടിട്ടുണ്ടോ? വെറുതെ ഇങ്ങനെ ഒറ്റ വെച്ച് നിങ്ങൾ അങ്ങനെ ജയിച്ചേക്കാന്ന് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങളെ മനുഷ്യരോട് യഥാർത്ഥത്തിലൊന്നും പറയാനില്ല. ശരി, ഇമോഷണൽ ലൈൻ ഓഫ് അറ്റാക്ക് നടത്തിയിട്ട് താങ്കൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്കോറിംഗിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് വേറെ കാര്യം. ഓരോരുത്തരും അവരവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അവരെ അധിക്ഷേപിച്ച് സംസാരിക്കാതിരിക്കാം. മിഥുന്റെ നിലപാട് പറയാം. അപ്പുറത്ത് ഒരാൾ നിലപാട് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്ന നിലപാട് പറയുമ്പോൾ അധിക്ഷേപിച്ച് ചർച്ച ചെയ്യാതിരിക്കാം. ഇല്ല, താങ്കൾക്ക് താങ്കളുടെ നിലപാട് പറയാന്നേ. താങ്കൾക്ക് വലത് നിലപാട് വ്യക്തമായി പറയാം. അധിക്ഷേപിക്കുകയെന്നത് എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. വ്യക്തിപരമായി വികാസം ഇല്ലാത്ത ആ മനുഷ്യൻ ആൾക്കാരെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ആളുകളൊന്നല്ല ഈ കഴിഞ്ഞ 10 വർഷം കാര്യങ്ങളെ മാത്രം സണ്ണി എം കപ്പിക്കാടൊന്ന് ഇരുന്ന് പരിശോധിക്കണം. അദ്ദേഹം ഇത്ര വലിയ നിരീക്ഷകനല്ലേ? ചെയ്യണമെന്ന് പറയുന്നു. പിന്നാക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന്മേൽ വിശകലനം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് പ്രശ്നം? അതിലെന്താണ് പ്രശ്നം എന്നത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന നിങ്ങൾ വിമർശിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങളും കൂടെ നോക്കണം. ദിനുവിന്റെ അവസരം മിഥുൻ ഒന്ന് സഹകരിക്കൂ. ദിനു ഒന്ന് പറഞ്ഞ അവസാനം രണ്ട് കാര്യങ്ങൾ മാത്രം. ജാതീയത അനിഹിലേറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്ന, ജാതീയത നിർമൂലനം ചെയ്യണമെന്ന് പറയുന്ന ഡോക്ടർ BR അംബേദ്കറിന്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ജാതി തിമിരമാണെന്ന് പറയുമ്പോൾ ജാതി നിർമ്മാർജ്ജനത്തിനുള്ള കണ്ണാടികളാണ് ഞങ്ങൾ വെക്കുന്നത് എന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സമൂഹശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഈ ലോജിക്കൽ ഫാലസി നമുക്ക് മനസ്സിലാവും. ജാതീയ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഐഡന്റിറ്റി ഗിൽറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്താനുള്ള ഐഡിയ ആണ്. അതായത് വിക്ടിം ബ്ലെയിമിംഗ് നടത്തി ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്താനുള്ള നിങ്ങളുടെ ഐഡിയയെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ട് ഇനിയും ജാതീയതയ്ക്കെതിരെ ശക്തമായി പറയും. ഒരു ഗിൽറ്റ് ട്രിപ്പിംഗും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ഈ ലോജിക്കൽ ഫാലസി ഒക്കെ മനസ്സിലാക്കാനുള്ള ഗവേഷണം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ? ശരി, സോണിയാഗാന്ധിയുടെ പ്രതികരണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി അടക്കമുള്ളവർ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അറിയുമോ എന്നറിയില്ല, അദ്ദേഹം പ്രതികരിക്കുമോ എന്നും അറിയില്ല. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായതുകൊണ്ട് വളരെ നന്ദി. അഡ്വക്കേറ്റ് K. S. അരുൺകുമാർ, സണ്ണി എം കബിക്കാട്, ദിനു വെയിൽ, രാഹുൽ ഈശ്വർ, ഒപ്പം മിഥുൻ വിജയകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.